തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയത്തിൽ ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ 100 പേരെ രക്ഷപ്പെടുത്തി. ഇവരെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് പ്രത്യേക ട്രെയിനിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേർന്നു. മനേഷ്, അപ്പോൾ ഒരു വലിയ ആശങ്കയ്ക്ക് എന്തായാലും ഒരു പരിസമാപ്തി, സമാധാനം, ശാന്തി. ഹാഷ്മി, ഏകദേശം 500ഓളം പേര് ആ ട്രെയിനിലുണ്ട്. അതിൽ 100 പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ അതിൽ അസുഖബാധിതരായിട്ടുള്ള ഗർഭിണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന ഒരു സമീപനം വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ NDRFന്റെ അംഗങ്ങൾ അവിടെ എത്തി കൃത്യമായ ഒരു വഴി ഉണ്ടാക്കി, അല്ലെങ്കിൽ സുരക്ഷിതമായി ഇവരെ പുറത്തെത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. പക്ഷെ അവിടെയും വെള്ളമുണ്ട്. ഏകദേശം അരപ്പൊക്കം വെള്ളം ഇപ്പോഴും അവിടെ ആ മേഖലകളിലൊക്കെ നിൽക്കുന്നുണ്ട്. അതിലൂടെയാണ് എന്തായാലും സുരക്ഷിതമായി 100 പേരെ ഇപ്പോൾ ഈ മൈനാച്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ മറ്റൊരു പ്രത്യേക ട്രെയിൻ സ്പെഷ്യൽ ട്രെയിനിൽ അവരെ ചെന്നൈയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം, ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം എന്തായാലും അറിയിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക, ആശ്മി സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയായിരുന്നു. ഏകദേശം 40 മണിക്കൂറിലധികമായി ഈ പറഞ്ഞ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ചുറ്റും വെള്ളമാണ്. ഏകദേശം ട്രെയിനകത്ത് വരെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവിടെ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. എന്നാലും ഇപ്പോൾ ഈ 4 ജില്ലകളെ സംബന്ധിച്ചും, തൂത്തുക്കുടി ആണെങ്കിലും തിരുനെൽവേലി ആണെങ്കിലും തെങ്കാശി ആണെങ്കിലും കന്യാകുമാരി ആണെങ്കിലും മഴ വലിയ തോതിൽ കുറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രളയം, അതുമായി ബന്ധപ്പെട്ടുള്ള ദുരിതം, വെള്ളക്കെട്ട് എല്ലാ സ്ഥലത്തും തുടരുന്നു. ഇപ്പോഴും എയർഫോഴ്സ് ആണെങ്കിലും NDRF ആണെങ്കിലും എല്ലാ സേനാംഗങ്ങളും അഗ്നിരക്ഷാ സേനയാണെങ്കിലും ഒക്കെ നിരവധി ഇടങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന പ്രവർത്തികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാ നദികളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയായിരുന്നു. കുളങ്ങളെല്ലാം തന്നെ വരെ ബണ്ടുകൾ തകരുന്ന സ്ഥിതി ഉണ്ടായി. അണക്കെട്ടുകൾ, അങ്ങനെ സർവത്ര വെള്ളം എന്ന് തന്നെ പറയാം. ഈ 4 ജില്ലകളുടെ അവസ്ഥ അതായിരുന്നു. എന്തായാലും മഴ കുറഞ്ഞത് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ കുറച്ചുകൂടി വളരെ വേഗത്തിൽ നടത്താനുള്ള ഒരു കാര്യം, എന്തായാലും അങ്ങനെ ഒരു ഗുണകരമായ ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രെയിനിൽ കുടുങ്ങിയിരുന്ന 100 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിയുള്ളവരെ വളരെ വേഗത്തിൽ രക്ഷപ്പെടുത്തുമെന്ന് തന്നെയാണ് NDRF അറിയിക്കുകയും ചെയ്യുന്നത്. ഹാഷ്മി. ഓക്കെ, മനേഷ് മൂർത്തിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.